അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മരണാനന്തരം സ്വർഗത്തിലെത്തി ജഗന്നിയന്താവായ അള്ളാഹുവിനെ മുഖാമുഖം കാണണം എന്ന ലക്ഷ്യത്തിലാണ് വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തെ ദുനിയാവിൽ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള മാർഗമെന്ന നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ഇങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു: വമൻ യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആരൊരുവനാണോ അള്ളാഹുമായിട്ടുള്ള തിരുമുൽക്കാഴ്ച ആഗ്രഹിക്കുന്നത്, അവൻ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതമായി കൊള്ളട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. ഓരോ വിശ്വാസിയും കൂടുതൽ കൂടുതൽ സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകണമെന്ന പ്രതീക്ഷയിലാണ് ഈ ദുനിയാവിൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവനറിയാം, അവൻ്റെ ഓരോ ദിനത്തെയും പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ ചാരയിലേക്ക് എത്തുന്നുണ്ട്. പകലിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ രാത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് മുമ്പായി അള്ളാഹുവിൻ്റെ അടുക്കലെത്തും. രാത്രിയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പകലിലെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങളെക്കാൾ മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ ദിനേന എത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഇങ്ങനെ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരുന്നു. എല്ലാ വർഷത്തെയും പ്രവർത്തനങ്ങളുടെ സമാഹാര റിപ്പോർട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തപ്പെടുന്ന ഒരു മാസത്തിലാണ് നമ്മൾ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പ്രസിദ്ധനായൊരു പണ്ഡിതൻ അബൂബക്കർ അൽ വറാഖ് ഇപ്രകാരം സൂചിപ്പിക്കുകയുണ്ടായി: റജബ് മാസം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മീയ കൃഷി ഇറക്കുന്ന സമയമാണ്. ശഅബാൻ മാസമാകട്ടെ ആ കൃഷിയെ നന്നായി നനച്ച് പരിപാലിക്കപ്പെടേണ്ടുന്ന പരിപാലിക്കേണ്ടുന്ന മാസവുമാണ്. റമദാൻ ആകട്ടെ ഇറക്കി ആ കൃഷിയുടെ വിളകൾ കൊയ്തെടുക്കാൻ അവസരം ഒരുക്കപ്പെടുന്ന മാസവുമായി പരിഗണിച്ചുകൊണ്ട് നാം നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുകയുണ്ടായത്. നാം നിർവഹിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് ശേഷവും അള്ളാഹു ഇത് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയും നമ്മളിൽ നിന്നുണ്ടാകണം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അള്ളാഹു, നീയാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ, നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാക്കിയിട്ടുള്ള ഒരുപാട് സൽപ്രവർത്തനങ്ങളുണ്ട്. ഖുർആൻ പാരായണമായും സുന്നത്ത് നമസ്കാരങ്ങളായും അതോടൊപ്പം തന്നെ മറ്റു സേവന പ്രവർത്തനങ്ങളുമായി ഒക്കെ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ഈ വിശുദ്ധ റമദാനിലേക്ക് ഒരുങ്ങുവാൻ ഈ ശഅബാൻ മാസത്തിൽ സാധ്യമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം പ്രവർത്തനങ്ങളെ ഈ രൂപത്തിൽ ക്രമപ്പെടുത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്താൽ കടന്നു വരുന്ന റമദാൻ നമുക്ക് വളരെ ലളിതവും സുഖകരമായി തീരുകയും ചെയ്യും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയിച്ച് തന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വൃത്തത്തിൽ നിന്നുകൊണ്ട് ധാരാളമായി അമൽ സാലിഹാത്തുകളിൽ വ്യാപൃതമാകാൻ നാം ഏവരെയും റബ്ബ് സുബ്ഹാനഹു തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.